വോട്ടെടുപ്പിനായി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സമ്മതിദായകരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഉടുമ്പൻചോലയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി സേനാപതി വേണു മണ്ഡലം കൺവെൻഷനുമായി സജീവമായിരുന്നപ്പോൾ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രനും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും വ്യക്തികളെയും തൊഴിലാളികളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ ഇന്ന് പാമ്പാടുംപാറയിലെ കാർഷിക മേഖലയിലാണ് പ്രചരണം ആരംഭിച്ചത്. തോട്ടം തൊഴിലാളികളെയും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെയും അദ്ദേഹം നേരിട്ട് കണ്ടു. തങ്ങൾക്ക് അപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിയെ ഇരുകയും നീട്ടിയാണ് തോട്ടം തൊഴിലാളികൾ അടക്കം സ്വീകരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം രാമക്കൽമേട്ടിലെത്തിയ സ്ഥാനാർത്ഥി ആദ്യം ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്ന ഡ്രൈവർമാരെയും പിന്നീട് പ്രധാന വ്യക്തികളെയും നേരിട്ട് കണ്ടു. നാളെയാണ് KK ജയചന്ദ്രന്റെ സ്ഥാനാർത്ഥി സ്വീകരണ പര്യടനം ആരംഭിക്കുന്നത്. 1-ാം തീയതി പര്യടന പരിപാടി സമാപിക്കും. UDF സ്ഥാനാർത്ഥി സേനാപതി വേണു ഇന്ന് മണ്ഡലം കൺവെൻഷനുകളുമായി തിരക്കിലായിരുന്നു. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകൾ അദ്ദേഹം പൂർത്തിയാക്കി. UDF ജില്ലാ കൺവീനർ MJ ജേക്കബാണ് രാവിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വിവിധ പഞ്ചായത്തുകളിലെ വികസന മുരടിപ്പുകളെക്കുറിച്ചാണ് നേതാക്കൾ തുറന്നടിച്ചത്. നാളെ നെടുങ്കണ്ടത്ത് വെച്ചാണ് നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുന്നത്. UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. NDAയും കളം നിറഞ്ഞ് രംഗത്തുണ്ട്. ഇന്ന് ഉടുമ്പൻചോല, ശാന്തൻപാറ, രാജകുമാരി പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് സംഗീത വിശ്വനാഥൻ ആളുകളോട് വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ശക്തമാകും. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.